ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മെയിനായിട്ട് വേണ്ടത് സവോളയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവോള കുനുകുനാന്നരിയും. ഇതാണ് നമ്മുടെ കുനുകുനാന്നരിഞ്ഞിട്ടുള്ള സവോള. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനമാണ് വെളുത്തുള്ളി. എന്തോ പൊതുവേ എല്ലാവർക്കും വെളുത്തുള്ളി പൊളിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്താണോ എന്നറിയത്തില്ല, എനിക്ക് വെളുത്തുള്ളി പൊളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും അച്ചാറിടാനോ അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെളുത്തുള്ളി വേണ്ടി വരുന്ന ടൈമിൽ മെയിനായിട്ടും വെളുത്തുള്ളി പൊളിക്കുന്നയാൾ ഞാനാണ്. ലൈക്ക് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ടി വി കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ നമ്മൾ ടി വി കണ്ടുകൊണ്ട് വെളുത്തുള്ളി പൊളിച്ച് ഞാൻ ഒത്തിരി വെളുത്തുള്ളിയൊക്കെ വീട്ടിൽ പൊളിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും പൊളിക്കാനും. അതുകൊണ്ട് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിനകത്ത് വെളുത്തുള്ളി ഇടും, എന്തുണ്ടാക്കിയാലും. അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള ഒരു ദുഷ്പ്രചരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാ കറികളിലും നമ്മൾ കടുകിടുമല്ലോ, കടുകിടുന്നതിൻ്റെ ഒപ്പം ഞാൻ ഉലുവയിടും. എനിക്കറിയത്തില്ല, എന്തോ ഉലുവയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇടാറുള്ളത്. അത് ഞാൻ പലരുടെ കയ്യിൽ നിന്നും പഴി കേൾക്കാറുണ്ട്, കയ്പ് വരാറുണ്ട് എന്നുള്ള ഇതിൽ. ഇപ്പം എൻ്റെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറയുന്നുണ്ട്. കരയല്ല, സവോള അരിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഉണക്കമീൻ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ ഒരു പാനാണ് എടുക്കുക. എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്, കടുകും ആവശ്യത്തിലേറെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടില്ല, കാരണം വളരെ കുറച്ച് മീനാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സവോള എടുത്ത് നൈസാക്കാതെയാണ് അരിഞ്ഞിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചാളയാണ്, അപ്പോൾ നമുക്കിത് കുഞ്ഞായിട്ട് അരിയാം. ഓൾറെഡി ഞാനൊരു കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എനിക്ക് ഉണക്കമീനിനെ പറ്റിയിട്ടുള്ള മെമ്മറി പറയുവാണെങ്കിൽ, ഞങ്ങളുടെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പള്ളിപ്പുറം പള്ളി, ചേർത്തലയിലുള്ള പള്ളിപ്പുറം പള്ളി. അപ്പോൾ പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ആഘോഷമാണ്. നമ്മുടെ ഇടവക പള്ളിയിലെ പെരുന്നാളിനെക്കാളും വലിയ പെരുന്നാളാണ്, കാരണം അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. സോ ഈ വരുന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിനാണ് അവിടുത്തെ പെരുന്നാൾ എല്ലാ വർഷവും വരാറുള്ളത്. ആണെങ്കിൽ അവിടുത്തെ പെരുന്നാൾ ഭയങ്കര കുറേ കടകൾ വരും, കുറേ സംഭവങ്ങൾ വരും. പല ടൈപ്പ് ഇറച്ചികൾ, പിന്നെന്താ പല ടൈപ്പ് മീനുകൾ, ഉണക്കമീൻ, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കാണാൻ തന്നെയുണ്ട്, ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും. അപ്പോൾ പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് നമ്മൾ മെയിനായിട്ടും നമ്മുടെ പള്ളിയിൽ കുർബാന കണ്ടിട്ടായിരിക്കും പോകണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ കുറേ കുർബാനകളുണ്ട് പെരുന്നാളായതുകൊണ്ടും. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടാവും, നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പള്ളിയിൽ കുർബാന കണ്ടിട്ട് അവിടെ പ്രദക്ഷിണമാകുന്ന ടൈമിലൊക്കെ ആയിരിക്കും പോകുക. അപ്പോൾ അവിടെ ചെല്ലുന്ന ടൈമിൽ ഇതുപോലെ മെയിനായിട്ട് നമ്മൾ വാങ്ങുന്ന സംഭവമാണ് ഉണക്കമീൻ. എനിക്ക് കുഞ്ഞിലെ നമ്മുടെ വള, മല, തിരുവും ആ സംഭവങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുഞ്ഞിപ്പിള്ളേരും പോലെ എനിക്ക് താല്പര്യമുള്ളതാണ്. എന്നാൽ അതൊക്കെ ചില അനാവശ്യ ചിലവുകളാണല്ലോ എന്ന് കരുതി ആ കടയുടെ അടുത്തെത്തുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ കണ്ണിങ്ങനെ മറച്ച് എന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ വളക്കട ദൂരെ നിന്ന് കാണുവാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പനത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് എന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് വളക്കട ഇവിടെ നിന്ന് തീർന്നതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്ത് നിൽക്കുക. അപ്പോൾ മെയിനായിട്ട് ഇറച്ചിയാണ് മേടിക്കുക. ഇറച്ചി ഇതുപോലെ തന്നെ ഉണക്കമീനുമാണ് ഞങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഉണക്കമീൻ കിടപ്പുറത്ത് വെച്ചിട്ട് ഉണക്കും. കിടപ്പുറം മീൻസ് നമ്മുടെ വീടിൻ്റെ റൂഫിൽ വെച്ചിട്ട് ഒരു മുറത്തിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ കുറേ കാക്കകൾ വരും. കാക്കകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാക്കേനെ ഓടിക്കാനായിട്ട് ഒരാൾ നിൽക്കണമല്ലോ. ഞാൻ കുഞ്ഞാണല്ലോ, മമ്മി ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, ഞാൻ ചേട്ടനും കൂടെ ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഡാഡി അവിടെ വേറെ എന്തെങ്കിലും പരിപാടി ഇറച്ചി നോക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ കാക്കേനെ ഓടിക്കാൻ ആരെങ്കിലും വേണ്ടേ? പക്ഷെ എനിക്കാണെങ്കിൽ ടി വി കാണണം. അന്ന് സ്വാതന്ത്ര്യ ദിനം ആയതുകൊണ്ട് തന്നെ ടി വിയിൽ നമ്മുടെ ഇതൊക്കെ സിനിമ, കുരുക്ഷേത്ര, കർമ്മയോധ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ മൂവീസ് വരും. അപ്പോൾ അത് എപ്പോഴും കാണാറുള്ളതാണെങ്കിലും നമുക്ക് ദൂരദർശൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ദൂരദർശനുള്ള ടൈമിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ സിനിമകളൊക്കെ വരുവാന്നല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമിലായിരിക്കും നമ്മളെ വിളിക്കുക, കാക്കേനെ ഓടിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചേട്ടനും തമ്മിൽ എന്ത് ചെയ്യും, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് മാറും. ഒരാൾ 10 മിനിറ്റ് കാക്കേനെ ഓടിക്കുകയാണെങ്കിൽ അടുത്തയാൾ അടുത്ത 10 മിനിറ്റ് കാക്കേനെ ഓടിക്കും, അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണക്കമീൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. അത്യാവശ്യം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി,
കുറച്ചധികം മല്ലിപ്പൊടി, പൊടിക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പൊടിക്ക് വളരെ കുറച്ച്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉണക്കമീനുണ്ടല്ലോ, ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഉണക്കമീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി തീരെ നൈസായിട്ടായിരുന്നു അരിയേണ്ടിയിരുന്നത്. ഞാൻ അരിഞ്ഞത് അല്പം വലുതായിപ്പോയി. അതിൻ്റെതായ ഒരു അപാകതയുണ്ട്, എങ്കിലും കുഴപ്പമില്ല. അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കഥ പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളും പിന്നെ എന്താ ഉണക്കമീൻ ഉണക്കുന്നതും അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഇതിൽ നിന്ന് കുറച്ച് ഉണക്കമീൻ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി തരും. അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. എന്തായാലും ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഉടനെ തന്നെ കഴിക്കും. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കാര്യം മറന്നു പോകും. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കഴിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഈ കറി ഇരിക്കുന്ന വീഡിയോ കണ്ടില്ലെങ്കിൽ ആ കറി മുത്തി ഞാൻ നേരത്തെ കഴിച്ചു പോയതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണക്കമീൻ്റെ ഒരു ഫാനാണ്. മീൻ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറ് കൊണ്ടുവന്ന സമയത്ത് കാണിക്കാവേ. ഉണക്കമീൻ നമ്മുടെ ചോറിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. നോക്കട്ടെ. ഇപ്പോൾ കുക്കറി ഷോയിലൊക്കെ നിന്നിട്ട് അഭിപ്രായം പറയണം അവിടെ വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി. കൊള്ളാം, അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം.